നമസ്കാരം. നാടിന്റെ നാവുന്ന് നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർട്ടൂസ്. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത നമ്മുടെ കേരളം ലഹരിയുടെ പിടിയിലാണ്. പ്രത്യേകിച്ച് കുട്ടികൾ. പുതിയ തലമുറയെ രക്ഷിക്കാൻ പല പല തരത്തിലുള്ള യജ്ഞങ്ങളാണ് നടത്തുന്നത്. കേരളപുരം SRC ലൈബ്രറി, കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളും ചേർന്ന് നടത്തിയ ഒരു ലഹരി വിരുദ്ധ ജനസദസ്സിനെ കുറിച്ചുള്ള വാർത്തകളാണ് കൊടുക്കുന്നത്. ഒപ്പം നമ്മുടെ ദേശബന്ധു വായനശാല, നമ്മുടെ യുവശക്തി വായനശാല, അവിടെയൊക്കെ കുട്ടികൾക്കായി നടത്തുന്ന വലിയ പരിപാടികൾ. തീർച്ചയായിട്ടും ഈ കുരുന്നുകളെ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ കൂട്ടുകയും അവരോട് സൗഹൃദം പറയുകയും സ്നേഹം പങ്കിടുകയും ചെയ്താൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ വരും. നമ്മുടെ സെന്റ് കുര്യാക്കോസ് LP സ്കൂളിൽ നടത്തിയ സമ്മർ ഫെസ്റ്റും ഇതുപോലെ ഒരു വലിയ യജ്ഞമാണ്. നമുക്ക് നാട്ടുവട്ടം വാർത്തയിലേക്ക് പോകാം. ചൈനയെ രക്ഷിച്ചത് ഓപ്യമാണ്. മന്ത്രി KN ബാലഗോപാൽ. കറുപ്പിന്റെ ലഹരിയിൽ അലസരായ ജനതയുടെ നാടായി മാറിയ ചൈനയെ കറുപ്പിനെതിരായ സമഗ്ര യുദ്ധം നടത്തിയാണ് ചൈന ഇന്ന് ലോക സാമ്പത്തിക ശക്തിയിൽ 1-ാമതായി നിൽക്കുന്നത്. കേരളം ഇന്ന് ലഹരിക്ക് അടിമപ്പെടുമ്പോൾ എല്ലാ തരത്തിലും ഇതിനെതിരായ യുദ്ധം ഉണ്ടാകണം. കേരളപുരം SRC ലൈബ്രറി സംഘടിപ്പിച്ച ലഹരിക്കെതിരായ ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SRC പ്രസിഡന്റ് TC വിജയൻ അധ്യക്ഷത വഹിച്ചു. PC വിഷ്ണുനാഥ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. ഫിലിപ്പ് മാമ്പാട്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. SRC സെക്രട്ടറി പത്മകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാറൂഖ് നിസാർ, കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് M ഷാനീർ, SMC ചെയർമാൻ ജെയ്സൺ തോമസ്, ജസീന റഹീം, സ്റ്റാഫ് സെക്രട്ടറി S രമ്യ, PS ഹബീബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു. ചൈന എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ്. ഇപ്പോൾ പണ്ടുമായിരുന്നു. നമ്മുടെ ഈ കൊല്ലത്ത് പോകുന്നവർക്കറിയാം, ചിന്നക്കട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചീനക്കടയുണ്ട്. വീട്ടിൽ ചീനഭരണി ഉണ്ടോ? ചീനച്ചട്ടി ഉണ്ടോ? ചീനച്ചട്ടി ഇല്ലേ നിങ്ങളുടെ വീട്ടിൽ? ചീനച്ചട്ടിയുണ്ട്. ഇതൊക്കെ ചൈനക്കാർ കൊണ്ടുവന്നാണ്. ചീനക്കാർ കൊണ്ടുവന്നാ എന്നാൽ ഈ വാസ്കോഡിഗാമ വന്ന് കുട്ടികൾക്ക് അറിയാം. 1498 നമ്മൾ പഠിക്കും. ആദ്യമേ ഇങ്ങനെ പായ്ക്കപ്പൽ വഴി വന്നു. വാസ്കോഡിഗാമ വരുന്നതിന് മുമ്പ് പോർച്ചുഗീസുകാരാണ്, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ഇംഗ്ലണ്ടുകാർ വന്നു, നമ്മളെ ഭരിച്ചു, കോളനി ഉണ്ടാക്കി. അതിനു മുമ്പേ ചൈനക്കാരുണ്ട്. ചൈനക്കാർ നേരത്തെ വന്ന കാലത്ത് ചൈനക്കാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കൊല്ലം. അവരുടെ ഒരു സ്ഥലമാണ് ചിന്നക്കട എന്ന് പറഞ്ഞാൽ ചീനക്കടയാണെന്നാണ്. ചീന വല അവർ കൊണ്ടുവന്നാണ്, ചീനച്ചട്ടി അവർ കൊണ്ടുവന്നാണ്, ചീനഭരണി അവർ കൊണ്ടുവന്നാണ്. ഇങ്ങനെ ലോകത്തുനിന്ന് പലതും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പേ ചൈനക്കാരും ഉണ്ട്. 2000 കൊല്ലത്തിൻ്റെ അതിന് മുമ്പത്തെ ചരിത്രം എടുത്താലും ഒക്കെ കൊല്ലത്ത് വന്നിറങ്ങിയതിൻ്റെ കഥയൊക്കെ ഉണ്ട്. ഈ ചൈനക്കാർ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പം അവർക്ക് മടിയന്മാരായിപ്പോയി. അവർ ലോകത്തെ പല രാജ്യങ്ങളിൽ പോകുന്ന കച്ചവടം പോയി മാത്രമല്ല, അവർ അലസന്മാരായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ജീവിതത്തിൽ കറുപ്പ്, ഓപ്യം, കറുപ്പ് മയക്കുമരുന്നാണ്. ഇതൊരു ജീവിതശീലമാക്കി. മടിയന്മാരുടെ അങ്ങേറ്റം മടിയന്മാരായി. അങ്ങനെയാണ് ഈ ഓപ്യം വാറെന്ന് പറഞ്ഞാൽ വാളെടുത്തിട്ടുള്ള യുദ്ധമല്ല, മയക്കുമരുന്ന് അടിമയാക്കി. മയക്കുമരുന്നിന് അടിയാകാൻ യുദ്ധം പോയിട്ട് ഒന്നും ചെയ്യത്തില്ല. അവർ കിടപ്പായിപ്പോയി, അലസന്മാരായിപ്പോയി. അങ്ങനെ രാജ്യത്തെ തകർത്തു. ആ ഓപ്യത്തിനെതിരെയുള്ള വലിയ യുദ്ധം ആ രാജ്യത്ത് നടന്നിട്ടാണ് പിന്നീട് ചൈന 1940-കളിലൊക്കെ 1900-ൽ മുന്നോട്ട് വരുന്നത്. ഒരു രാജ്യം തകർന്നതാണ് കറുപ്പ് കൊടുത്ത്. മയക്കുമരുന്ന് എത്രത്തോളം അപകടകരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടവും ശ്രദ്ധയാണ്. ഇവിടെ ഇപ്പം ഇങ്ങനൊരു ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം അധ്യാപകരും ഈ സ്കൂളിലെ കുട്ടികളും എല്ലാം ചേർന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് കൂടുതൽ നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പൊടിച്ചിട്ടേക്കുക. നോക്കണം, 12 ദിവസം ഡൽഹിയിലേക്ക് ക്യാമ്പ് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് നാഷണൽ ഡെഫൻസ് സൊസൈറ്റിയുടെ ഈ സ്ത്രീയിൽ പൊടിച്ചിട്ടുണ്ട്. ഞാൻ മൊട്ടുസൂചി കുത്തി നോക്ക് മക്കളെ, മൊട്ടുസൂചി കുത്തി അതിനകത്ത് ഫാനൊന്നുമില്ല. ഞാൻ പതുക്കെ മൊട്ടുസൂചി എടുത്തു. എത്ര ഉണ്ടാവും ഇതിന്റെ അഗ്രഭാഗത്ത്? അത് മതി നമ്മുടെ മക്കളുടെ ആന്തരികത്തിലേക്ക് ചെന്നാൽ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. ഇനി അടുത്ത കേട്ടോണം. ഞാനിപ്പം ഈ കുണ്ടറയിലുള്ള നല്ല പൈസയുള്ള ഒരാളുടെ വീടിനെ മകളെ ഞാൻ ടാർഗറ്റ് ചെയ്യുക. ഞാൻ ബാംഗ്ലൂർ പഠിക്കണം, കുട്ടിയും ബാംഗ്ലൂർ പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ ബാംഗ്ലൂർ കൊണ്ടാക്കിയേക്കാം. അവർക്ക് 21-30 ലക്ഷം രൂപ അഡ്മിഷൻ എടുത്തിരിക്കാം മെഡിക്കൽ കോളേജ് കേട്ടോ. അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോർജിയയിലോ വല്ല കസാക്കി എവിടെ ആയിക്കോട്ടെ. ഞാൻ അപ്പം നിങ്ങൾക്ക് ഇത്രയും നല്ല ഇവിടെ കുണ്ടറ ഈ ഭാഗത്ത് നല്ല പൈസ ഉള്ള ടീമാണ്. ഞാൻ നിങ്ങളുടെ മകളെ ടാർഗറ്റ് ചെയ്തു. അവളെ ഞാൻ പറഞ്ഞു ഒരു മ്യൂസിക് ഇവരുടെ ഒന്ന് കണ്ടു നോക്കും, ഭയങ്കര റീഫ്രഷ്മെന്റ് ആണ്, സ്ട്രെസ് ഒക്കെ കുറയും ഭാഗത്ത് പറഞ്ഞു. അവളും വന്നു. അപ്പോൾ അതൊരു പാർട്ടിയാണ്, ഒരു ചെറിയ പാർട്ടി നടക്കുക. ഞാൻ എന്ത് ചെയ്തു? ഈ പൊടിച്ച് ഈ സ്ക്രീനിൽ നിന്ന് നോക്കിക്കേ, സാധനം കുറച്ചെടുത്തു. ഞാൻ നഗരത്തിനകത്ത് വെച്ച് സ്റ്റാമ്പ് ചെയ്തു.
ഒരു 1/2 ഗ്രാം ഉണ്ട്. വീണ്ടും ഈ നഖത്ത് വെച്ച് സ്റ്റാമ്പ് ചെയ്തു. 2 നഖത്തിൽ വീണ്ടും ഉണ്ട്. 3ാമത്തെ നഖത്തിൽ വെച്ചു. 4ാമത്തെ നഖത്തിലും മൊത്തം എടുത്ത് നഖത്തിനകത്ത് സ്റ്റാമ്പ് ചെയ്തു വെച്ചു. വൈദ്യുതി ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ബാംഗ്ലൂർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ പോലുള്ള വൈദ്യുതി മ്യൂസിക് ഉണ്ട് അല്ലേ? എല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങി റീഫ്രഷ്മെന്റ്സ് എടുത്ത് പെപ്സി പറയേണ്ട എന്തുമാവട്ടെ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പേനയോ ചാവിയോ ഒന്ന് നിലപ്പെട്ടു. കട്ടിലടി അല്ലെങ്കിൽ ആ സ്റ്റൂളിൻ്റെ അടിയിലോട്ട് ഞാൻ പറഞ്ഞു, അവരെ കയ്യിൽ ഗ്ലാസോ കോഫിയോ ഞാൻ പിടിച്ചു. എനിക്ക് കുനിയാൻ പോയി ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചു. ആ കുനിഞ്ഞ സമയം കൊണ്ട് ഞാൻ എൻ്റെ ചൂണ്ട് വിരല് ഈ കോഫി ചായക്കൊക്കെ കപ്പിലൊക്കെ വിരൽ നമർത്തി വെച്ചു. 1 2 മതി നോക്കണം. 1 2 കാർബൺ 11, ഹൈഡ്രജൻ 15, നൈട്രജൻ 1, ഓക്സിജൻ 2 തന്മാത്രകൾ 29 തന്മാത്ര. എന്നിട്ടൊക്കെ ഞാൻ കൈ അമർത്തി വെച്ചിരിക്കുന്നത് 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ H2O വാട്ടർ, വെള്ളം. അതിനൊക്കെ ഞാൻ കൈ ഇറക്കി വെച്ചിരിക്കുന്നത്. 1 2 സെക്കൻഡിനുള്ളിൽ കെമിക്കൽ ഓക്സിജൻ സംഭവിച്ചു. സ്മെല്ലില്ല. നോക്കണം ഇവന്റെ ഇത് നോക്കണം. ഇതിന്റെ സ്വഭാവം നോക്കിയ ചങ്ങയുടെ സ്വഭാവം, എന്റെ സ്വഭാവം നോക്കിയ കുടുത്തം കണ്ടതല്ലേ. ഇവര് മണമില്ല. ഇവർ സെൻസറിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അൾട്രാവൈലറ്റ് രശ്മികളിലൂടെ കടന്നു പോകും. ഇവന് രുചിയില്ല ഈ ചെങ്ങായി. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ പറയുന്ന കേരളത്തിലുള്ള ദേശത്തിനകത്ത് 10 പേര് 1 കിലോയ്ക്ക് സാധനം വരാൻ തുടങ്ങി. ഈ നാട്ടിൽ കിട്ടാൻ തുടങ്ങി. അപ്പൊ നോക്കണം, ഒരു മുട്ടുസൂചിയുടെ അഗ്രത്ത് എത്രയുണ്ട്? അതിന്റെ 1000 മടങ്ങ് മകത്തിനകത്തുണ്ട്. ഞാൻ ആർക്കാ കൊടുത്തത്? ഞാൻ ഉദ്ദേശിച്ച ഒരുവൾക്ക് ഒരുവന് ഞാൻ കൊടുത്തു. അവളെ വെള്ളം വാങ്ങി കുടിച്ചു. ശേഷം അവളെ ആടുമോ? ഇല്ലല്ലോ, ആർക്കൊന്നുമില്ലല്ലോ. ഞാൻ റൂമിൽ പോയി. പിന്നെ എന്താ 40 സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട ബ്രെയിൻ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കി. അതിനെക്കുറിച്ച് പറയുന്നില്ല, പറയാൻ പാടില്ല. ശേഷം 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട ബ്രെയിൻ ഒന്ന് ഡിയാക്ടിവേഷൻ. പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്തു. ഫിലിപ്പേ എവിടെയാണുള്ളത്? ഒന്ന് പാടാ പ്ലീസ്. എടാ നിന്റെ കൂടെ യാത്ര ചെയ്ത് ഭയങ്കര രസം, ഭയങ്കര വൈബായിരുന്നു. പ്ലീസ് എനിക്ക് അവിടെ പോകണം. ആ ബീച്ച്, അവിടുത്തെ മ്യൂസിക്, അവിടുത്തെ ലൈറ്റിംഗ്, അവിടുത്തെ റീഫ്രഷ്മെന്റ്, അവിടുത്തെ ജ്യൂസ്, എവറിഥിങ്. പ്ലീസ് ബാ, ഒന്ന് പോകണം. എനിക്ക് വല്ലാത്ത ടെൻഷൻ വരുന്നുണ്ട്. ബാ. കാര്യം എന്താ? ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കണം. ഞാൻ മോൻ എവിടെ കവിയെ കണ്ടില്ലല്ലോ? അവനെ അപ്പുറത്തെ തുഷാര ചേച്ചിയുടെ വീട്ടിൽ മൊട്ടയ്ക്ക് പറഞ്ഞു വിട്ടേക്കുക. 3-ലല്ലേ അവൻ പഠിക്കുന്നേ? രജനിയുടെ മോനെ അവരേതോ ഒരു വലിയ സ്കൂളിൽ ചേർത്ത്. നീ അറിഞ്ഞായിരുന്നു? അത് നമ്മുടെ കണ്ണപ്പിനെ അവിടെ ആക്കാതായിരുന്നു. ഇല്ലേ ചേച്ചി, അവനെ നമ്മളെ അതാ വന്നല്ല. ഇതാ അമ്മ മുട്ട. തുഷാരേന്റി 50 റുപ്പീസ് ബാലൻസ് തന്നു. പിന്നെ ഇതാ ചോക്ലേറ്റ്സും വാങ്ങി. 8 റുപ്പീസ്. ബാലൻസ് 42 റുപ്പീസ്. കൊള്ളാമല്ലോ കണ്ണപ്പ, കണക്കൊക്കെ ശരിയാണല്ലോ. നീ വന്നോ? ഇതാ ചോക്ലേറ്റ്. ഇവൻ ഏത് സ്കൂളിലാ കവിയെ പഠിക്കുന്നേ? കൊള്ളാമല്ലോ. മോനെ സെന്റ് കുര്യാക്കോസ് LPS സ്കൂളിലാ പഠിക്കുന്നേ. അവിടെ പാഠപുസ്തകം മാത്രമല്ല, ജീവിതവും പഠിപ്പിക്കുന്നുണ്ട്. മികവിൽ എന്നും ഒന്നാമത് സെന്റ് കുര്യാക്കോസ് LPS പള്ളിമുക്ക് കുണ്ടറ. സബ് ജില്ലാ കലോത്സവത്തിൽ 2nd ഓവറാൾ. പ്ലേ സ്കൂൾ ഓപ്പൺ. ചിട്ടയായ അസംബ്ലി. 1 മണി വാർത്ത. സിമ്പിൾ എക്സ്പെരിമെന്റ്സ്. സ്മാർട്ട് ക്ലാസ് റൂംസ്, IT ലാബ്, എക്സലന്റ് LSS ട്രെയിനിങ്, സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ, പരിശീലനം ലഭിച്ച അധ്യാപകർ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സ്കൂൾ ബസ് സൗകര്യം, ഇവയെല്ലാം സെന്റ് കുര്യാക്കോസ് LPSൽ സ്വന്തം. കുട്ടികൾ പുസ്തകത്തോടൊപ്പം ജീവിതവും പഠിക്കട്ടെ. പരീക്ഷകളോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ ഇന്ന് തന്നെ സെന്റ് കുര്യാക്കോസ് LP സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ. വരയും ചിരിയുമായി സമ്മർ കൂട്ടർ. പള്ളിമുക്ക് സെന്റ് കുര്യാക്കോസ് LPSൽ വരയും കഥ പറച്ചിലും ചിരിയുമായി സമ്മർ ഫെസ്റ്റ് കുണ്ടറ റസിയ ബീവി ഉദ്ഘാടനം ചെയ്തു. MD കോർപ്പറേറ്റ് തെക്കൻ മേഖലാ കോർഡിനേറ്റർ ഫാദർ കോശി വൈദ്യൻ അധ്യക്ഷത വഹിച്ചു. കഥയരങ്ങും ഒറിഗാമി ഡെസ്കും തുളസി നയിച്ചു. ചിത്രരചന ക്യാമ്പിനും മത്സരത്തിനും ആർട്ടിസ്റ്റ് ദീപുലാൽ നേതൃത്വം നൽകി. ഹെഡ്മാസ്റ്റർ T ലോവൻ, വാർഡംഗം ബിനു, സീനിയർ മിനിമോൾ എന്നിവർ സംസാരിച്ചു. ഞാൻ കത്തിക്കാൻ പോവാം. കത്തിച്ചിട്ട് അങ്ങോട്ട് വീണ്ടും എന്ത് പറ്റും? ഒന്നിച്ച് പൊട്ടിക്കണം കേട്ടോ. റെഡിയല്ലേ? ഞാൻ കത്തിക്കാൻ പോവേ. ഞാൻ പൊട്ടിന്ന് ഒന്നിച്ച് പൊട്ടണ്ടേ? ഒന്നുകൂടെ ഞാൻ കത്തിക്കാൻ പോവാണ്. എന്റെ ഓലപ്പുടക്ക് ഇരിപ്പുണ്ട്. കത്തിക്കാൻ പോവാണ്. കൊള്ളാല്ലേ? ഇങ്ങനെ മോളോട് പോയിട്ട് കത്തുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടില്ലേ? ഈ ഓണ കത്ത് കണ്ടില്ലേ? നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. എല്ലാവരും ഒന്നിച്ചെന്നോടെ നിൽക്കുമോ? ആദ്യം ഒരു ട്രയൽ.
എല്ലാവർക്കും ഒരു ട്രയൽ വേണ്ടേ? എന്നൊരു ട്രയൽ വേണമല്ലോ, ഞാൻ കാണിച്ചു തരാം. അതേപോലെ നിങ്ങളോട് എൻ്റെ കൂടെ ചെയ്യണം. ചെയ്യോ? ചെയ്യോടെ ചെയ്യോടെ ചെയ്യോ? അടിയല്ലേ? കാണിച്ചു തരട്ടെ. ഇവിടെ ഒരു പടക്കം ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ, മുകളിലോട്ട് വരും. ഇപ്പം വേണ്ട, രണ്ടാമത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ വരാൻ ശബ്ദമൊക്കെ ഉണ്ടല്ലോ. എന്താ പിടിയിട്ടില്ലേ? പിടിയിട്ടില്ല എല്ലാവരും. ഞാൻ ഒന്നിച്ചെന്ന് ചെയ്ത് നോക്കാം. റെഡിയാണോ എല്ലാവരും? എൻ്റെ കൂടെ ഒന്നിച്ച് നിൽക്കുമോ? ഒറ്റയ്ക്ക് നിന്നാൽ തോറ്റു, ഒന്നിച്ച് നിന്നാലേ വിജയിക്കത്തുള്ളൂ കേട്ടോ. റെഡിയാ? അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പുഞ്ചിരിക്കൂട്ടത്തിന് തുടക്കമായി. മുളവന ചൊക്കൻകുഴി യുവശക്തി ലൈബ്രറിയിൽ കുട്ടികളുടെ അവധിക്കാല കൂട്ടായ്മ പുഞ്ചിരിക്കൂട്ടത്തിന് തുടക്കമായി. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളായ കുമാരി എസ് ദേവനന്ദയും മാസ്റ്റർ മഹത് ബി ജോണും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആർ ചെല്ലപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. സന്ധ്യ ദിലീപ്, എർവിൻ മറിയം ഷിബു, വൈഷ്ണവി, അഞ്ജന രാജേഷ് എന്നിവർ സംസാരിച്ചു. അമ്മ മലയാളം നന്മ മലയാളം എന്ന ക്ലാസ് അജയ് വി കൈരളി എടുത്തു. നാളെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി വേലായുധൻ ഉദ്ഘാടനം ചെയ്യും. രമ്യ അജയൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡി ശ്രീജയൻ വായനയാണ് ലഹരി എന്ന ക്ലാസും MR രാജേഷ് ചലഞ്ച് ഓഫ് 2K കിഡ്സ് എന്ന ക്ലാസും എടുക്കും. ഞായറാഴ്ച രാവിലെ 10-ന് കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും യോഗയും എന്ന ക്ലാസ് R തുളസി നയിക്കും. 2 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറി പ്രസിഡന്റ് T ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു. വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ നമസ്കാരം. എനിക്കിന്ന് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാര്യം എല്ലാ വട്ടവും ഇവിടെ അവധിക്കാല ക്യാമ്പിന് ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്കൊരു പ്രത്യേക ക്ഷണമാണ് കിട്ടിയത്. ഇവിടുത്തെ ഈ വർഷത്തെ അവധിക്കാല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. എൻ്റെ അവസരം എനിക്ക് കിട്ടാൻ കാര്യം ഞാൻ പഠിത്തത്തോടൊപ്പം ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് പരിശീലിച്ച് വരുന്ന നൃത്തം കാരണം തന്നെയാണ്. ഞാൻ ഇവിടെ സൂര്യദേവ കലാക്ഷേത്രയിലാണ് നൃത്തം പഠിക്കുന്നത്. അപ്പോൾ ഈ വർഷം സംസ്ഥാനതലം വരെ പോകാൻ സാധിച്ചു. അതിൽ തന്നെ വലിയ സന്തോഷം. പിന്നെ ഇവിടെ എല്ലാവരും ഈ അവധിക്കാല ക്യാമ്പിൽ പങ്കെടുക്കണം. കാര്യം ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും, നല്ല നല്ല അറിവുകൾ കിട്ടും. അങ്ങനെ എല്ലാം നമുക്ക് എല്ലാവരും പണ്ട് ഈ പന്തൽ അവിടം വരെ ഉണ്ടായിരുന്നു, നീളം വീതിയിൽ കൂടുതലായിരുന്നു, ഇതിൻ്റെ ഇരട്ടി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് പകുതിയായി ചുരുങ്ങിയിരിക്കുന്നു, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ അവസാന ദിവസം കുറേ ട്രോഫികൾ വെക്കുമായിരുന്നു ഇവിടെ. ഇതൊക്കെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടൻ വന്ന് കുറേ ട്രോഫികൾ എടുത്തുകൊണ്ട് പോകും. അപ്പം നമുക്ക് ആഗ്രഹം തോന്നും, നമുക്ക് ഈ ട്രോഫികൾ വേണം 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 എന്നൊക്കെ തോന്നും. അങ്ങനെ അമ്മയും അച്ഛനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഡാൻസ് പഠിത്തം തുടങ്ങി. എന്ത് പ്രോഗ്രാം ഉണ്ടായാലും ഇവിടെ എന്നെ സ്റ്റേജിൽ തരുമായിരുന്നു. എന്നെ ഇവിടെ ഉദ്ഘാടനത്തിന് വിളിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇൻറ്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇൻറ്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1 9-8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2-ന് ആരംഭിക്കുന്നു.
+2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. വായനാക്കളരിയും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും ആരംഭിച്ചു. പഴങ്ങാലം PKP കവല ദേശബന്ധു ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാക്കളരിയും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനും തുടക്കമായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം L. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് A. മാത്യു അധ്യക്ഷത വഹിച്ചു. കവി സജീവ് നെടുമൺകാവ് മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല സെക്രട്ടറി TJ കലാബിമൽ, TS സുധീന്ദ്രൻ, പ്രമോദ് കുഴുമതിക്കാട്, A. കവിതാകുമാരി എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി, കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 944747119980. ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയെ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു. യോഗത്തിൽ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N. പ്രഭാകരൻപിള്ള സ്വാഗതം പറഞ്ഞു. കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് V. വിനിതകുമാരി ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. സതീശൻ, കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി സത്യദേവൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M. ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് മുന്നോടിയായി ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപന റാലി നടത്തി. ഗ്രന്ഥശാല കമ്മിറ്റി അംഗം N. ശശിധരൻ നന്ദി പറഞ്ഞു. ഫാമിലി ഹെൽത്ത് സെന്ററിന് തറക്കല്ലിട്ടു. പെരിനാട് വെള്ളിമൺ ഫാമിലി ഹെൽത്ത് സെന്ററിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ തറക്കല്ലിട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സ്റ്റാലിൻ സിറിൽ, വികസന സമിതി ചെയർപേഴ്സൺ K. സോമല്ലി, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സമിതി ചെയർപേഴ്സൺ വിജീന്ദ്രലേഖ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ L. അനിൽ, BJP സംസ്ഥാന സമിതി അംഗം വെള്ളിമൺ ദിലീപ്, കോൺഗ്രസ് പെരിനാട് മണ്ഡലം പ്രസിഡന്റ് ജോൺ കുമാർ, പെരിനാട് മെഡിക്കൽ ഓഫീസർ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ രതീഷ്, ജഗന്നാഥൻ, CDS ചെയർപേഴ്സൺ V. ശോഭ, C. സന്തോഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ബാലസംഘം കുണ്ടറ ഏരിയ കമ്മിറ്റി വേനൽത്തുമ്പി കലാജാഥയ്ക്ക് പെരുമ്പുഴയിൽ വൻപിച്ച വരവേൽപ്പ് നൽകുന്നു. നാളെ വൈകുന്നേരം 3 മണിക്ക് പെരുമ്പുഴ ജയന്തി കോളനി ഗ്രൗണ്ടിൽ കലാജാഥ കലാപരിപാടികൾ അവതരിപ്പിക്കും. നാട്ടുവട്ടം വാർത്തകൾ എന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 17 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ തിരികെ വരെയുള്ള ചിത്രങ്ങൾ. 6 നമ്മുടെ കുടുംബത്തിൽ ഒരു കുറ്റവാളി എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൻ്റെ ചെറിയ സൂചന നൽകുമ്പോൾ നമ്മളെ തിരികെ ഇന്ന് കേരളം അനുഭവിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഈ സിനിമകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.